പലർക്കുള്ള ഡൗട്ടാണ് ഈ ഗ്രൂപ്പ് തെറാപ്പി സെഷൻസ് എങ്ങനെയാണ് കുട്ടികൾക്ക് ബെനിഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഗ്രൂപ്പ് തെറാപ്പി സെഷൻസ് കുട്ടികളിൽ അവരുടെ സോഷ്യൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് വഴി വെയിറ്റിംഗ് സ്കിൽസ്, ഷെയറിംഗ്, ടേൺ ടേക്കിംഗ്, കോപ്പറേഷൻ തുടങ്ങിയ സ്കിൽസ് എല്ലാം ഇംപ്രൂവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് തെറാപ്പി സെഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വഴി കുട്ടികളിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബിൽഡ് ആവുന്നുണ്ട്. അതായത് കുട്ടികൾ സ്വയം എക്സ്പ്രസ് ചെയ്യാൻ സ്റ്റാർട്ട് ആവും. അതുപോലെ തന്നെ ബാക്കി കുട്ടികളെ ഇമിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ഒബ്സർവ് ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടും അവർ ശ്രമിക്കും. പിന്നെയുള്ളൊരു ബെനിഫിറ്റാണ് ഗ്രൂപ്പ് തെറാപ്പി സെഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വഴി കുട്ടികളിൽ ടീം വർക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ആവുന്നുണ്ട്. അതായത് കുട്ടികളെല്ലാവരും ചേർന്ന് ഒരു ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. കാരണം സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാലും കുട്ടികൾക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ടീം വർക്ക് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള കോമ്പറ്റീഷൻ എന്നതൊക്കെ. അപ്പോൾ ഗ്രൂപ്പ് തെറാപ്പി സെഷൻസ് വഴി ഈ സ്കിൽസ് എല്ലാം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്കൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു ലാർജ് ഗ്രൂപ്പിൻ്റെ കൂടെ ഇരുത്തുക അല്ലെങ്കിൽ ഒരു പ്ലേ സ്കൂളിലോ ഒക്കെ ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളൊരു സ്മോൾ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് സോഷ്യലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സും അതുപോലെ തന്നെ സ്കിൽസും ഡെവലപ്പ് ചെയ്ത് പിന്നീട് ഒരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ പ്ലേ സ്കൂളിലേക്കോ ട്രാൻസിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. പോസിറ്റീവ് ആയിട്ടുള്ള പിയർ ഇൻട്രാക്ഷൻസ് കുട്ടികളിൽ ഫ്യൂച്ചറിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്സ് ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചില കുട്ടികൾ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്തെല്ലാം ചെല്ലുമ്പോൾ പെട്ടെന്ന് ആങ്ഷ്യസ് ആവുന്നത് കാണാറുണ്ട് നമ്മൾ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ചെറിയ ഗ്രൂപ്പിൽ ഒന്നിച്ചിരുന്ന ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് വഴി അവരിൽ സെൽഫ് കോൺഫിഡൻസ് കൂടാനും അതുപോലെ തന്നെ ഈ ആങ്സൈറ്റി ലെവൽ റെഡ്യൂസ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്.